റംബാസ്ഥാനത്തിൻ്റെ പ്രത്യേക ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇപ്പോൾ പ്രധാന കാർമ്മികൻ സിംഹാസനത്തിലിരുന്ന് സ്ഥാനാർത്ഥിക്ക് വിശുദ്ധ പിതാക്കന്മാരുടെ പ്രബോധനം നൽകുന്നു. സന്യാസത്തിൻ്റെ ശ്രേഷ്ഠതയും ഒരു സന്യാസി എപ്രകാരം ജീവിക്കണമെന്നും ഈ പ്രബോധനത്തിലൂടെ ഉത്ബോധിപ്പിക്കുന്നു. ഈ സമയം റംബാസ് സ്ഥാനാർത്ഥി മുട്ടിമ്പേ നിന്ന് ശ്രദ്ധാപൂർവം പ്രബോധനം ഉൾക്കൊള്ളുന്നു. വാത്സല്യവാനെ, നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമാകുന്ന യേശുമിശിഹ വന്യവും പരിശുദ്ധവുമായ ഏവൻഗേലിയോനിൽ ഇങ്ങനെ അരുളി ചെയ്തിരിക്കുന്നു: കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്നിലേക്ക് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് യോഗ്യനല്ല. എൻ്റെ സഹോദര, ഇപ്പോൾ നീ ആരുടെ മുമ്പിൽ നിൽക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക. മരണമുള്ളവനും നാശമുള്ളവനുമായ മനുഷ്യൻ്റെ മുൻപിലല്ല, പ്രത്യുത ഹൃദയങ്ങളെയും ആന്തരിക ഇന്ദ്രിയങ്ങളെയും പരിശോധിക്കുന്ന ദൈവമായ മിശിഹായുടെ മുൻപിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. വിശുദ്ധ മദ്ബഹായുടെ മുൻപാകെ നിന്നെടുക്കപ്പെട്ടവരും വിശുദ്ധ മാലാഖമാരുടെയും ആചാരസംബന്ധമായ ഈ സഹോദര സംഘത്തിൻ്റെയും സാക്ഷ്യത്തോടെ ഈ വാഗ്ദാനങ്ങളും ഉടമ്പടികളും നിർവഹിക്കുകയാണ്. ഞങ്ങളോടുകൂടെ ജീവിക്കുവാനും മരിക്കുവാനും നീ വാഗ്ദാനം ചെയ്യുകയാണ്. വേദവിപരീതങ്ങളിൽ നിന്നായാലും അകൽക്കർസായിൽ നിന്ന് ദുഷ്ടമനുഷ്യർ വഴിയായി നിന്റെ മേൽ വന്നുകൂടുന്ന പരീക്ഷകളിൽ നിന്നായാലും സഹിക്കേണ്ടി വരുന്ന സർവവും സത്യവിശ്വാസത്തെ പ്രതി സഹിക്കുവാൻ നീ കടപ്പെട്ടവനായിത്തീരുന്നു. നീ ലോകത്തെയും നിന്നെ തന്നെ ഉപേക്ഷിക്കുകയും മിശിഹായുടെ ഇമ്പമുള്ള മുഖം വഹിക്കുകയും ചെയ്യാനിരിക്കുന്നതോടൊപ്പം നിന്റെ ഭൗമിക അവയവങ്ങളെ നീ മരിപ്പിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. എൻ്റെ മകനെ, ദൈവസേവനത്തിനായി നീ അടുത്തു വരുന്നുവെങ്കിൽ സർവ്വവിധ പരീക്ഷകൾക്കുമായി നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ദൈവത്തോട് നീ പറ്റിച്ചേർന്നിരിക്കുക, അവനെ കൈവിടരുത്. എന്തെന്നാൽ അതുമൂലം നിന്റെ വഴികളിൽ നീ വിജ്ഞാനിയായിരിക്കും എന്ന് പറയപ്പെട്ടിരിക്കുന്ന ആചാര്യപരമായ വചനം നിന്റെ ഹൃദയമാകുന്ന പലകമേൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവിനായി നീ കാത്തിരിക്കുക, ഒരു വഴിയെ നീ പാലിക്കുക. പുഷ്ടിയുള്ള ദേശം അവകാശമാക്കുവാൻ തക്കവണ്ണം അവൻ നിന്നെ ഉയർത്തും. വിനയവും ദീർഘക്ഷമയും താഴ്മയും അനുസരണവും സന്തോഷവും നല്ല പ്രത്യാശയും എപ്പോഴും നിനക്കുണ്ടായിരിക്കണം. അവയോടൊപ്പം ന്യായപ്രമാണങ്ങളുടെയും ദീർഘദർശനങ്ങളുടെയും പൂർത്തീകരണമാകുന്ന സത്യസ്നേഹവും നിനക്കുണ്ടായിരിക്കണം. ചികിത്സാവിധികൾ എന്ന പോലെ കുറിക്കപ്പെട്ട സുഹൃതങ്ങൾ വളരെ ഉണ്ടെങ്കിലും മിശിഹായുടെ ശിഷ്യത്വത്തിൻ്റെ രൂപം നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തിൻ്റെ വെളിച്ചത്തിൽ എല്ലാറ്റിനും ഉപരിയായി കാണിക്കുവാൻ സാധ്യമാക്കുന്നത് സ്നേഹത്തിൻ്റെ കൃപ വഴിയത്രേ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയുമെന്നാണല്ലോ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഈ അടിസ്ഥാനത്തിന്മേൽ തന്നെ നീ ഉറപ്പിച്ചുകൊണ്ട് സംഭവിക്കുന്നതെല്ലാം ഒരുക്കത്തോടെ നീ അംഗീകരിക്കുക. സ്നേഹമെല്ലാം സഹിക്കുന്നു, എല്ലാം അനുഭവിക്കുന്നു, അതൊരിക്കലും വീണുപോകുകയില്ല എന്ന് വിശുദ്ധ ശ്ലീഹായും സാക്ഷിക്കുന്നു. ഇതോടൊപ്പം തന്നെ ദൈവസന്നിധിയിലുള്ള നിന്റെ വാഗ്ദാന പ്രകാരം സത്യവിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് നീ മനസ്സിലാക്കിയിരിക്കണം. ആകയാൽ ഏതെങ്കിലും വിധത്തിൽ സത്യവിശ്വാസത്തിനെതിരായി നിന്നിട്ടുള്ളവരും നിൽക്കുന്നവരുമായ എല്ലാവരെയും ത്യജിക്കണമെന്ന് നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. സത്യവിശ്വാസം പഠിപ്പിച്ച പിതാക്കന്മാരോടൊപ്പം സ്ലിഹന്മാരുടെ തലവനായ മാർ പത്രോസ് സ്ലിഹയുടെ അനന്തരഗാമിയും പ്രതിനിധിയുമായ റോമായിലെ ലിയോ 14 മാർപ്പാപ്പായുടെ ഉപദേശത്തോടും നീ ചേർന്ന് നിൽക്കണം. തൻ്റെ ദൈവത്വത്തെ പ്രീതിപ്പെടുത്തുന്ന ഉത്തമമായ സുഹൃത നടപടികളിൽ നീ വ്യാപൃതനായിരിക്കുവാൻ ദൈവം നിനക്ക് കൃപ നൽകട്ടെ. പിശാചിൻ്റെ എല്ലാ ആക്രമണങ്ങൾക്കുമെതിരായി താൻ നിനക്ക് ശക്തിയും ബലവും സഹായവും നൽകട്ടെ. ദൈവം നിനക്ക് വിനയവും മിശിഹായുടെ ശിഷ്യന്മാർക്ക് യോജിച്ച നീതിപരമായ അനുസരണവും നൽകുമാറാകട്ടെ. മനുഷ്യരോട് സ്നേഹമുള്ളവനായ ദൈവം നമ്മുടെ എല്ലാവരുടെയും കുറവുകൾ പരിഹരിച്ച് ക്ഷമിക്കട്ടെ. ആയത് തൻ്റെ കരുണയാലും കൃപയാലും ഭാഗ്യവതിയും ദൈവമാതാവുമായ വിശുദ്ധ കന്യമറിയാമിൻ്റെയും സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ. ആമേൻ. ഇപ്പോൾ പ്രധാന കാർമ്മികൻ ത്രിത്വമുദ്രയ്ക്ക് മുമ്പുള്ള പ്രാർത്ഥന ചൊല്ലുകയും
തുടർന്ന് തൃത്വനാമത്തിലുള്ള മുദ്രണം നടത്തുകയും ചെയ്യുന്നു. നഹവേ എമറു ഖാദീശോദാലോഹു, ദൈവത്തിൻ്റെ വിശുദ്ധ ആട്ടിൻകുട്ടിയായി തീരുവാൻ എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥിയെ തൃത്വനാമത്തിൽ മുദ്രകുത്തുന്നു. തുടർന്നുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രധാന കാർമ്മികൻ ചൊല്ലിക്കൊടുക്കുന്ന പെദ്ഗോമോ 3 പ്രാവശ്യം ഏറ്റുചൊല്ലുന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സർവാധിപതിയായ ദൈവം തമ്പുരാനെ, നിന്റെ നന്മകളിൽ പങ്കുകാരാകുവാൻ തക്കവണ്ണം ഇല്ലായ്മയിൽ നിന്നുണ്മയിലേക്ക് ഞങ്ങളെ നീ കൊണ്ടുവന്നു. ഞങ്ങളാകട്ടെ പാപത്തിൽ പഴകിപ്പോയി. എന്നാൽ നിന്റെ ഏകജാതന്റെ ആവിർഭാവത്താൽ ഞങ്ങളെ നീ പുതുക്കി. പാപിയുടെ മരണം നീ ആഗ്രഹിക്കുന്നില്ലല്ലോ. എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് വരണമെന്നും അത്രേ നിന്റെ അഭീഷ്ടം. ലോകത്തിൽ നിന്ന് ഓടിമറഞ്ഞ് നിന്നിൽ അഭയം പ്രാപിക്കുകയും നിന്റെ ഏകജാതന്റെ ലഘുവും സന്തോഷകരവുമായ മുഖം വഹിക്കുകയും നിന്റെ കൽപ്പനകളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഈ ദാസനെ നീ സ്വീകരിക്കണമേ. അറിഞ്ഞും അറിയാതെയും ഈ ദാസൻ നിന്റെ തിരുമുമ്പിൽ ചെയ്ത പാപങ്ങളെല്ലാം നീ ക്ഷമിക്കണമേ. തിരുവിഷ്ടം ചെയ്യുവാൻ ഈ ദാസനെ നീ പഠിപ്പിക്കണമേ. നിന്റെ കൃപയും വാഴ്വും ഈ ദാസന്റെ മേൽ നീ അയക്കണമേ. കൃപയുടെ അങ്കിയാലും സുഹൃത നടപടികളാലും ഈ ദാസനെ അലങ്കൃതനാക്കണമേ. മലിനതയേശാതെ ഈ ദാസന്റെ ആത്മാവിനെ നീ കാത്തുകൊള്ളണമേ. സഹനത്തിൻ്റെയും പരമാർത്ഥതയുടെയും അനുരഞ്ജനത്തിൻ്റെയും മനസ്സ് ഈ ദാസന് നീ നൽകണമേ. അസൂയയും ആകൽക്കർസായുടെ എല്ലാ പ്രവർത്തനങ്ങളും മനുഷ്യരുടെ ഉപദ്രവങ്ങളും ഈ ദാസനിൽ നിന്ന് നീ മാറ്റിക്കളയണമേ. പുണ്യത്തിൻ്റെ സൽഫലങ്ങൾ സമർപ്പിക്കുവാൻ ഈ ദാസനെ യോഗ്യനാക്കണമേ. എന്തെന്നാൽ നീ നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായും ഞങ്ങളെ ഭരിക്കുന്നുവല്ലോ. മോറൻ മാലോഹാലവൽ മീൻ. മെസ്തബാ കുറിയാക്കോസ് നഹവേ മറോ കാശിശോ ദാലോഹോ, ദൈവത്തിൻ്റെ വിശുദ്ധ ആട്ടിൻകുട്ടിയായി തീരുവാൻ കുറിയാക്കോസ് മുദ്രകുത്തപ്പെടുന്നു. ോലഹായേ ദലോലം വൽമീൻ. ലോകത്തെ ക്രമീകരിക്കുന്നവനായ പിതാവിനോടുകൂടെ സ്ഥിതി ചെയ്യുന്ന കർത്താവ് നിന്റെ ആത്മാവിന് പരിജ്ഞാനം നൽകട്ടെ. അവൻ നിന്റെ മനസ്സാക്ഷിയെ അറിവുകൊണ്ട് നിറയ്ക്കട്ടെ. നിന്റെ നടപടികൾ തൻ്റെ ദൈവത്വത്തിന് പ്രീതികരമായി ഭവിക്കട്ടെ. ഈ മുദ്രയുടെ അടയാളം വഴി തൻ്റെ എല്ലാ പരിശുദ്ധന്മാരോടും കൂടിയുള്ള അക്ഷയമായ കിരീടം നിനക്ക് കർത്താവ് നൽകട്ടെ. അനാദ്യന്ത വചനവും അദൃശ്യനായ പിതാവിൻ്റെ പദാർത്ഥമയനല്ലാത്ത തനേനുമായ ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹാ, നിന്റെ മനുഷ്യ സ്നേഹം നിമിത്തം നിന്റെ സാദൃശ്യത്തിൻ്റെ രക്ഷയെ പ്രതി ഭൂമിയിൽ മനുഷ്യനായി നീ വെളിപ്പെട്ടു. നിന്റെ ധാരാളമായ കരുണയുടെ സഹായത്താൽ ഞങ്ങളെ നീ സന്ദർശിക്കണമേ. ലോകത്തിൻ്റെ കെട്ടുപാടിൽ നിന്ന് അകലുകയും നിന്റെ മാതൃക സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ ദാസൻ്റെ തിരിച്ചുവരവാലുള്ള രക്ഷയുടെ അടയാളം ഞങ്ങളെ നീ കാണിക്കണമേ. ആധ്യാത്മികമായ നിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരോടുകൂടെ എണ്ണപ്പെടുവാൻ ഈ ദാസന് നീ വരം നൽകണമേ. നിന്റെ വിശുദ്ധന്മാരുടെ മഹൽ സംഘങ്ങളിൽ ഇവനെ നീ ചേർക്കണമേ. പ്രജാവത്സലനായ ഞങ്ങളുടെ കർത്താവേ, നിന്റെ മനുഷ്യ സ്നേഹത്താൽ ഈ ദാസനെ നീ കൈക്കൊള്ളണമേ. ഇവൻ്റെ തിരിച്ചുവരവിനെ കുറിച്ച് പൊതുവായി സന്തോഷം പ്രദാനം ചെയ്യണമേ. ബലഹീനമാകാത്ത മനസാക്ഷിയെയും
പിശാചുക്കളുടെയും വിനാശകരമായ അശുദ്ധവിചാരങ്ങളുടെയും മേലുള്ള വിജയത്താൽ എല്ലായ്പ്പോഴും വീര്യപരാക്രമമുള്ള ആത്മാവും ഈ ദാസന് നീ സമ്പാദിച്ചു കൊടുക്കണമേ. നിന്റെ സത്യത്താൽ ഇവന്റെ നിരൂപണങ്ങളെ സജ്ജമാക്കണമേ. നിന്റെ വിജ്ഞാനത്താൽ ഇവന്റെ ചലനങ്ങളെ നിയന്ത്രിക്കണമേ. നിന്റെ വാസസ്ഥലത്തിന് നീ ഇവന് മണിയറ നിർമ്മിച്ചു കൊടുക്കണമേ. ലൗകികമായ മോഹത്തെ ഈ ദാസനിൽ നിന്ന് വിദൂരമാക്കണമേ. മോഹചിന്തകളെയെല്ലാം ഈ ദാസനിൽ നിന്ന് നീ അകറ്റിക്കളയണമേ. നിന്റെ ശക്തി ഈ ദാസന് പ്രദാനം ചെയ്യണമേ. പോരാട്ടത്തിൻ്റെ ദിവസത്തിൽ ഇവനോട് കൂടിയായിരിക്കണമേ. നിന്റെ ജയമുള്ള സ്ലീബായുടെ അടയാളത്താൽ മത്സരക്കാരനായ പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളെയും ഈ ദാസൻ നിശേഷം പരാജയപ്പെടുത്തട്ടെ. ലൗകിക ബന്ധനങ്ങളിൽ നിന്നവനെ നിയമമുക്തനാക്കണമേ. ആധ്യാത്മികമായ ശത്രുവായ ചെന്നായിൽ നിന്ന് ഈ നിന്റെ മകനെ കാത്തുകൊള്ളണമേ. നിന്റെ മുദ്ര ഈ ദാസന് കാവലായിരിക്കണമേ. സ്ലീബായുടെ അടയാളത്താൽ വിരുദ്ധത്തിൻ്റെ ശക്തിയെ ഈ ദാസനിൽ നിന്ന് നീ അകറ്റണമേ. അങ്ങനെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ പുതിയ മണവാളനെ പോലെ അക്ഷയമായ നിന്റെ മണവറയിലേക്ക് ഈ മകനെ പ്രവേശിപ്പിക്കണമേ. കാരുണ്യമാകുന്ന എണ്ണയാൽ പ്രശോഭിതമായ വിളക്കുകൾ വഹിച്ച പരിപാകതയുള്ള കന്യകമാരോടുകൂടെ മഹാസന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും പാതയിൽ തിരുമുൻപാകെ ഈ മകൻ കാണപ്പെടുമാറാകണമേ. പുതിയ മഹത്വവും അഭേദ്യമായ സ്തുതിയും ഞങ്ങൾ നിനക്കും നിന്റെ ജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധ റൂഹായിക്കും കരേറ്റുമാറാകണമേ. ഞാൻ ദൈവത്തോടടുത്ത് വരുവാൻ ഇഷ്ടപ്പെട്ടു. ഞാൻ ദൈവത്തോടടുത്ത് വരുവാൻ ഇഷ്ടപ്പെട്ടു. എൻ്റെ ശരണമായ കർത്താവേ, എൻ്റെ ശരണമായ കർത്താവേ, നിന്റെ സർവാത്ഭുതങ്ങളെയും വർണ്ണിക്കുവാൻ തക്കവണ്ണം എൻ്റെ സർവാത്ഭുതങ്ങളെയും വർണ്ണിക്കുവാൻ തക്കവണ്ണം നിന്റെ നാമം എനിക്ക് നല്ലതാകുന്നു. നിന്റെ നാമം എനിക്ക് നല്ലതാകുന്നു. ഞാൻ ദൈവത്തോടടുത്ത് വരുവാൻ ഇഷ്ടപ്പെട്ടു. ഞാൻ ദൈവത്തോടടുത്ത് വരുവാൻ ഇഷ്ടപ്പെട്ടു. എൻ്റെ ശരണമായ കർത്താവേ, എൻ്റെ ശരണമായ കർത്താവേ, നിന്റെ സർവാത്ഭുതങ്ങളെയും വർണ്ണിക്കുവാൻ തക്കവണ്ണം നിന്റെ സർവാത്ഭുതങ്ങളെയും വർണ്ണിക്കുവാൻ തക്കവണ്ണം നിന്റെ നാമം എനിക്ക് നല്ലതാകുന്നു. നിന്റെ നാമം എനിക്ക് നല്ലതാകുന്നു. ഞാൻ ദൈവത്തോടടുത്ത് വരുവാൻ ഇഷ്ടപ്പെട്ടു. ഞാൻ ദൈവത്തോടടുത്ത് വരുവാൻ ഇഷ്ടപ്പെട്ടു. എൻ്റെ ശരണമായ കർത്താവേ, എൻ്റെ ശരണമായ കർത്താവേ, നിന്റെ സർവാത്ഭുതങ്ങളെയും വർണ്ണിക്കുവാൻ തക്കവണ്ണം നിന്റെ സർവാത്ഭുതങ്ങളെയും വർണ്ണിക്കുവാൻ തക്കവണ്ണം നിന്റെ നാമം എനിക്ക് നല്ലതാകുന്നു. നിന്റെ നാമം എനിക്ക് നല്ലതാകുന്നു. സർവാധിപതിയായ കർത്താവേ, സ്വർഗീയ സൈന്യങ്ങളാൽ ആരാധിക്കപ്പെടുന്ന നിന്റെ ഏകജാതനെ ലോകത്തിലേക്ക് നീ അയച്ചു. നിന്റെ ദാസരെ പാപത്തിൽ നിന്ന് നീ സ്വതന്ത്രരാക്കി. അവർ നീതിയുള്ള നടപടികളാൽ മാലാഖമാരെ പോലെ ഭൂമിയിൽ വ്യാപരിക്കുവാൻ നീ കൽപ്പിച്ചു. ആത്മീയവും സ്വർഗീയവുമായ എല്ലാ അനുഗ്രഹങ്ങളാലും നിന്റെ ഈ ദാസനെ അനുഗ്രഹിക്കണമേ. നിന്റെ കൽപ്പനകൾ ആചരിക്കുവാൻ ഇവനെ പ്രാപ്തനാക്കണമേ. നന്മയിലേക്ക് ഇവനെ തിരഞ്ഞെടുക്കണമേ. നിന്റെ ബഹുമാനത്തിന് യോഗ്യമായ നടപടി ഇവനെ നീ നൽകണമേ. നിന്റെ വാഗ്ദാനം പാലിക്കുവാൻ ഇവന് വരം നൽകണമേ. അങ്ങനെ നിന്നോടുള്ള നിത്യമായ താല്പര്യവും അക്ഷയമായ സന്തോഷവും പൂർണ്ണമായ വിശ്വാസവും ഇവന് നൽകണമേ. കർത്താവായ യേശു തമ്പുരാൻ മുഖാന്തരം സ്വർഗീയ നന്മകൾക്ക് ഈ മകൻ അർഹനായി തീരട്ടെ. അവനോടുകൂടെ നിനക്കും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. മുടി കത്രിക്കൽ ശുശ്രൂഷയാണ് ഇനി നടക്കുക. പ്രധാന കാർമ്മികൻ റമ്പാ സ്ഥാനാർത്ഥിയുടെ ശിരസ് നിന്ന് കുരിശാകൃതിയിൽ മുടി ഛേദിക്കുന്നു. ഈ സമയം സ്ഥാനാർത്ഥി തൻ്റെ കൈകൾ ഇരുവശങ്ങളിലേക്ക് നീട്ടി കുരിശാകൃതിയിൽ നിൽക്കുന്നു. ഇത് കുരിശിൽ യാഗമായി അർപ്പിക്കപ്പെട്ട കർത്താവിനെ പോലെ കർത്താവിന് സുരഭിതമായ യാഗമായി അർപ്പിക്കുവാൻ
ഞാൻ സന്നദ്ധനാണ് എന്ന് സൂചിപ്പിക്കുന്നു. പ്രധാന കാർമ്മികൻ ജഡസംബന്ധമായ സകല വികാരങ്ങളുടെയും ഉന്മൂലനത്തെ സദൃശീകരിക്കുന്ന മുടിയുടെ ഛേദനം എന്ന് പറഞ്ഞ് മുടി കത്രിക്കൽ നിർവഹിക്കുന്നു. സന്യാസി വിശുദ്ധിയിലൂടെ ദൈവത്തിന് എന്നേക്കുമായി വേർതിരിക്കപ്പെട്ടവനാകുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു. മെസ്താപ്പാർ കുര്യാക്കോസ് ജഡസംബന്ധമായ സകല വികാരങ്ങളുടെയും ഉന്മൂലനത്തെ സദൃശീകരിക്കുന്ന ഈ മുടിയുടെ ഛേദനം നിർവഹിക്കുന്നത് വഴി കുര്യാക്കോസ് റമ്പാൻ പട്ടം വെട്ടപ്പെടുന്നു. പശ്പോദാബോ ദലവോലം വൽമീൻ. സത്യത്തിൻ്റെ ഗുരുവും നീതിയുടെ ഉപദേഷ്ടാവും നിന്റെ ദാസരുടെ പ്രത്യാശയും ആരാധകരുടെ ആശ്രയവുമായ ഞങ്ങളുടെ കർത്താവേ, നശ്വരലോകത്തിൻ്റെ വിരുദ്ധതകളിൽ നിന്ന് ഓടി ഒളിച്ചിരിക്കുന്ന ഈ ദാസന് നീ ഗുരുവും ഉപദേഷ്ടാവും നടത്തിപ്പുകാരനുമായിരിക്കണമേ. ബഹുമാന്യമായ നിന്റെ സ്ലീബായുടെ അടയാളം ഈ ദാസന്റെ കഴുത്തിൽ വഹിക്കുവാൻ തക്കവണ്ണം നിന്റെ താഴ്മയുടെ അടയാളം സ്വീകരിക്കുവാനും ഇവനെ പ്രാപ്തനാക്കണമേ. ആയുഷ്കാലമെല്ലാം ഇവൻ നിനക്ക് സത്യശിഷ്യനായിരിക്കുവാനും നിന്റെ ഇഷ്ടം നിറവേറ്റുവാനും ഇവനെ നീ പഠിപ്പിക്കണമേ. നിന്റെ പരിശുദ്ധ റൂഹായാകുന്ന ആചാരം ഇവന് നൽകണമേ. സൽപ്രവൃത്തികൾ നിറഞ്ഞതും സുഹൃത്തുക്കളാൽ അലങ്കൃതവുമായ അങ്കി ഇവനെ അണിയിക്കണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. സ്ഥാനവസ്ത്രധാരണത്തിൻ്റെ ശുശ്രൂഷയാണ് ഇനി നടക്കുക. സന്യാസ ജീവിതം ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ്. ഇപ്പോൾ ധരിച്ചിരിക്കുന്ന കുപ്പായം മാറ്റി മേൽപ്പട്ടക്കാരൻ ആശീർവദിച്ച സന്യാസ വസ്ത്രം സ്ഥാനാർത്ഥിയെ അണിയിക്കുന്നു. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുവിൻ എന്ന പൗലോസ് അപ്പോസ്തലന്റെ വചനം ഇവിടെ അന്വർത്ഥമാകുന്നു. പഴയ ജീവിതക്രമമായ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞ് സന്യാസമാകുന്ന പുതിയ ജീവിതക്രമത്തെ ധരിക്കുന്നതിൻ്റെ പ്രതീകമാണിത്. ഇടക്കെട്ട്, തലയിൽ അണിയുവാനുള്ള ശിരോവസ്ത്രം, ഔദ്യോഗിക പ്രാർത്ഥനകളിൽ ധരിക്കുവാനുള്ള പുറങ്കുപ്പായം, കഴുത്തിൽ ധരിക്കുവാനുള്ള കുരിശുമാല, ചുമലിൽ വഹിക്കുവാനുള്ള കുരിശ് എന്നീ സന്യാസ പ്രതീകങ്ങളാണ് ഇപ്പോൾ നൽകപ്പെടുന്നത്. ഈ ലോകത്തിൻ്റെ അധാർമികത കാണാതെയും അധാർമിക ശബ്ദം കേൾക്കാതെയും ദൈവത്തിൻ്റെ ശബ്ദം മാത്രം കേട്ട് മാലാഖയ്ക്ക് സദൃശ്യമായ ജീവിതം നയിക്കുന്നതിനെ ഈ പ്രതീകങ്ങൾ സൂചിപ്പിക്കുന്നു. നാശം സംഭവിച്ച പഴയ മനുഷ്യനെ കർത്താവ് നിന്നിൽ നിന്ന് ഉരിഞ്ഞു കളയട്ടെ. സൃഷ്ടാവിന്റെ സാദൃശ്യത്തിൽ നീതിയാലും യഥാർത്ഥ വിശുദ്ധിയാലും നവമാക്കപ്പെട്ട പുതിയ മനുഷ്യനെ കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. ലത്തിഷ്ബുത്തോ ലീക്കോറോ ഹെദ്രോറും റോമോ ദത്ലീസോ യൂസോ കാദിസ്തോ ആസ്ബൂസിയ വത്സൈനോ ബിനിയോനോ ദയിത്തോ കാദിസ്തോ ദാലോ. കരുണക്കടലേ ഞാൻ നോക്കും Say,
മാർഗത്തിൽ കൂടെ എന്നേക്കും ചരിക്കുവാൻ തക്കവണ്ണം നിന്ദ്യവിചാരങ്ങൾക്കെതിരായി നീതിയാലും സത്യവിശ്വാസത്താലും അക്ഷയമായ ശക്തിയാലും കർത്താവ് നിന്റെ അര കെട്ടട്ടെ. സ്നേഹപൂർവം സ്വർഗീയമായ ഔന്നത്യത്തിൽ നിന്ന് ഇറങ്ങി വരികയും താഴ്മയുടെ സദൃശമായ മുൾക്കിരീടം സ്വീകരിക്കുകയും ചെയ്ത സർവശക്തൻ താഴ്മയും നീതിയും സഹിഷ്ണുതയും നിന്നെ ധരിപ്പിക്കട്ടെ. രക്ഷയുടെ ശിരോവസ്ത്രവും സന്തോഷത്തിൻ്റെ കിരീടവും മത്സരക്കാരനായ ശത്രുവിനെയും അവൻ്റെ വിരുദ്ധതകളെയും ലജ്ജിപ്പിക്കുന്ന വിജയത്തിൻ്റെ പരിചയം കർത്താവ് നിന്റെ ശിരസിൽ വയ്ക്കട്ടെ. പരിശുദ്ധ റൂഹായുടെ മൗത്വത്തിൻ്റെ പുറങ്കുപ്പായം അവിടുന്ന് നിന്നെ ധരിപ്പിക്കട്ടെ. പ്രയോജനകരങ്ങളും ഉത്തമങ്ങളുമായ നിന്റെ നടപടികൾ മുഖാന്തരം ആയുഷ്കാലം കർത്താവിനെ നീ പ്രീതിപ്പെടുത്താൻ തന്നെ. കാൽ കഴുകലിൻ്റെയും ചെരുപ്പ് ധരിക്കലിൻ്റെയും ശുശ്രൂഷയാണ് ഇനി നടക്കുക. ദേറാവസ്ത്രം ധരിച്ച റമ്പാൻ്റെ പാദങ്ങൾ വാഴ്ത്തിയ വെള്ളം കൊണ്ട് കഴുകുന്നു. ആചാരപരമായ ഈ കഴുകൽ പൂർണ്ണമായ സന്യാസ പ്രവേശനത്തെ സൂചിപ്പിക്കുന്നു. തുടർന്ന് സുവിശേഷത്തിൻ്റെ സന്നദ്ധതയ്ക്കുള്ള ചെരുപ്പ് അണിയിക്കുന്നു. പരിശുദ്ധമായ തൻ്റെ പ്രമാണം സ്വീകരിക്കുവാൻ അവർ മനസ്സായപ്പോൾ തൻ്റെ ആരാധകരിൽ വിശ്വാസം വസിപ്പിച്ചവനായ ദൈവം അതിനാൽ മുദ്രയിടട്ടെ. രഹസ്യത്തെ നിന്നിൽ നിന്ന് നിവൃത്തിയാക്കട്ടെ. പ്രതിഫലത്തിൻ്റെ നാളിലേക്ക് നിന്നെ കാത്തുകൊള്ളട്ടെ. നിന്റെ ആയുഷ്കാലമെല്ലാം വെടുപ്പിലും വിശുദ്ധിയിലും നിന്നെ നയിക്കട്ടെ. നിന്റെ സത്യത്താൽ നിന്നിൽ നിവർത്തിച്ച കർത്താവിൻ്റെ രക്ഷയെ നീ സ്തോത്രം ചെയ്യുക. തൻ്റെ പരിശുദ്ധമായ അടയാളം
നിന്നിലെന്നേക്കും പരിരക്ഷിക്കപ്പെടട്ടെ. പരിശുദ്ധ റൂഹായാകുന്ന ജീവനുള്ളതും മതിവരാത്തതുമായ ജലം പെരുമ്പാമ്പിൻ്റെ സർവവിഷവും പാപത്തിൻ്റെ മാലിന്യവും എന്നേക്കും നിന്നിൽ നിന്ന് കഴുകിക്കളയുമാറാകട്ടെ. കഴുകണമെൻ തിന്മയിൽ നിന്നെ നന്നായി എൻ പാപം നിർമ്മലമാക്കാൻ സോപ്പായേതും മതിയാക നീഴലായി പോലും ശുദ്ധി വരുത്താ നിയമജലത്തിൻ എഴുതല്ല ദൈവികമാമോ ദീസായി സേജനമതിനും നിന്നോടെ നിരുപമ കരുണയ്ക്കും സാധ്യം. ശാന്തിയുടെയും രക്ഷയുടെയും നദിയായ ദൈവം തമ്പുരാനെ, എല്ലാ തിന്മയും കയ്പും പാപത്തിൻ്റെ സർവമാലിന്യവും എന്നേക്കും നിന്നിൽ നിന്ന് കഴുകി തുടച്ച് കളയുമാറാകട്ടെ. സർപ്പങ്ങളെയും തേളുകളെയും ശത്രുവിൻ്റെ എല്ലാ ശക്തിയെയും ചവിട്ടുവാൻ ഉയരത്തിൽ നിന്ന് കർത്താവ് നിനക്ക് ശക്തി പ്രദാനം ചെയ്യട്ടെ. റമ്പാൻ സ്ഥാനത്തിൻ്റെ സ്ഥാനവസ്ത്രങ്ങൾ സ്വീകരിച്ച അഭിനവ റമ്പാൻ എല്ലാവരും തന്നെ സ്വീകരിക്കുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് എന്നീ 4 ദിക്കുകളിലേക്കും തിരിഞ്ഞ് മുട്ടുകുത്തിക്കൊണ്ട് എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ എന്നെ സ്വീകരിക്കുവിൻ എന്ന് പറയുന്നു. ബാറഖുമാറിന്റെ സഹോദരന്മാരെ, നിങ്ങൾ എന്നെ സ്വീകരിപ്പീൻ. കർത്താവ് തന്റെ കരുണയാൽ അങ്ങേ സ്വീകരിക്കട്ടെ. ബാറഖുമാറിന്റെ സഹോദരന്മാരെ, നിങ്ങൾ എന്നെ സ്വീകരിപ്പീൻ. കർത്താവ് തന്റെ കരുണയാൽ അങ്ങേ സ്വീകരിക്കട്ടെ. ബാറഖുമാറിന്റെ സഹോദരന്മാരെ, നിങ്ങൾ എന്നെ സ്വീകരിപ്പീൻ. കർത്താവ് തന്റെ കരുണയാൽ അങ്ങേ സ്വീകരിക്കട്ടെ. ബാറഖുമാറിന്റെ സഹോദരന്മാരെ, നിങ്ങൾ എന്നെ സ്വീകരിപ്പീൻ. കർത്താവ് തന്റെ കരുണയാൽ അങ്ങേ സ്വീകരിക്കട്ടെ. സർവാധിപതിയും സ്വർഗീയനും എല്ലാ തലമുറകളിലും വിശുദ്ധന്മാരുടെ ആത്മാക്കളിൽ അധിവസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവേ, ദാസനിൽ ഉത്തമമായ അടയാളം കാണിക്കണമേ. നിന്നെ ഭയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഇവനെയും ചേർക്കണമേ. അന്ത്യം വരെയും മാലിന്യരഹിതനായി ഇവനെ കാത്തുകൊള്ളണമേ. ഇവൻ്റെ ഹൃദയ സന്നദ്ധതയെ പരിപൂർണമാക്കണമേ. ലജ്ജ കൂടാതെ ഓടുവാൻ ഇവന് കൃപ നൽകണമേ. ഇവന് നീ സഹായിയായിരിക്കണമേ. നന്മകളിൽ ധൈര്യവും സ്ഥിരതയും ഇവന് നീ പ്രദാനം ചെയ്യണമേ. ശത്രുവിനോട് പരാജയപ്പെടാതിരിക്കുവാൻ ഇവനെ നിലനിർത്തണമേ. നിന്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ ഇവനെ ശക്തനാക്കണമേ. നിന്നിൽ നിന്നുള്ള കരുണയും കൃപയും ഇവന് നൽകണമേ. പിതാവേ, ഞങ്ങളെല്ലാവരിൽ നിന്നും നിനക്കും പുത്രനും പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും മഹത്വം കരേറ്റുമാറാകണമേ. ഹോശോ വബ്കുല സുബാൻ ലവൽമീ. ദൈവപുത്രന്റെ പരിശുദ്ധ സ്ലീബ നിനക്ക് കാവൽക്കാരനും
തോറ്റുപോകാത്ത ആയുധവുമായിരിക്കട്ടെ. ശത്രുവിൻ്റെ മത്സരിയായ ആത്മാവിൻ്റെയും സകല ശക്തിയെയും അതിനാൽ എന്നേക്കും നീ തള്ളിയിട്ട് വീഴിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവ് നിന്റെ സ്ലീബായാൽ ഇവന് മുദ്ര കുത്തുകയും നിന്റെ റൂഷ്മയാൽ ഇവനെ റൂഷ്മ ചെയ്യുകയും നിന്റെ പരിശുദ്ധ അടയാളത്താൽ ഈ ദാസനെ അടയാളപ്പെടുത്തുകയും നിന്റെ ഇടവകയുടെ കൂട്ടത്തിന്മേൽ ഇവനെ എണ്ണുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ് എന്നേക്കും ഞങ്ങളുടെ ദൈവവുമായ മിശിഹാ തമ്പുരാനെ, ഇവൻ്റെ ആയുഷ്കാലം മുഴുവൻ ഇവൻ നിന്നെ സ്തോത്രം ചെയ്ത് ആരാധിച്ച് സ്തുതിക്കുകയും ചെയ്യുമാറാകട്ടെ. സമാധാനദാനത്തിൻ്റെ ശുശ്രൂഷയാണ് ഇനി നടക്കുക. നവാഭിഷിക്തനായ റംബാൻ അഭിവന്യ പിതാക്കന്മാരുടെ ശ്ലീബാമുദ്ദിയും മദ്ബഹായ സന്നിധരായിരിക്കുന്ന വൈദികർക്ക് കൈസൂരി നൽകിയും ശുശ്രൂഷകരെ കൈമുത്തിച്ചും സമാധാനം നൽകുന്നു. അങ്ങേ ആക്കിയിരിക്കുന്ന ജീവിതാന്തസ്സിൻ്റെ ഉറപ്പിനു വേണ്ടിയും ദൈവത്തിൻ്റെയും വിശുദ്ധ മാലാഖമാരുടെയും ഈ പുരോഹിത വൃന്ദത്തിൻ്റെ മുഴുവൻ്റെയും മുമ്പാകെ അങ്ങ് സമ്മതിച്ചേറ്റ് പറഞ്ഞിട്ടുള്ള വിശുദ്ധ നിയമത്തിനനുസൃതമായ യഥാർത്ഥ സ്നേഹബന്ധത്തിൻ്റെ ലക്ഷ്യമായും കർത്താവിൽ അങ്ങേക്ക് ഞങ്ങൾ സമാധാനം നൽകുന്നു. അന്യോന്യം ശ്ലോമോ നൽകിൻ കർത്താവിൻ ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കേണം തൻ ശ്ലോമോയും നൽശൈലോയും നമ്മെ കാക്കട്ടെന്നാളും തൻ ശ്ലോമോയും നൽശൈലോയും നമ്മെ കാക്കട്ടെന്നാളും. മാളികയിൽ ശിഷ്യന്മാരോ ഉത്ഥാനത്തിൻ നാളുകളിൽ നാഥൻ കൽപ്പിച്ചാനേവം ശ്ലോമോ പ്രിയരെ നിങ്ങളിലേ ശ്ലോമോ വാഴട്ടെന്നാളും ലോകാന്ത്യത്തോളം തന്നെ ശ്ലോമോ വാഴട്ടെന്നാളും ലോകാന്ത്യത്തോളം തന്നെ. അന്യോന്യം സ്നേഹിക്കണമേ ഓദിയ നാഥ നിൻ സ്നേഹം വാണിടണമെങ്ങളിലെന്നും സ്തുതി ദൈവത്തിനുയരത്തിൽ ഭൂതലമെങ്ങും നൽശാന്തി മാനവരിടയിൽ സംപ്രീതി ഭൂതലമെങ്ങും നൽശാന്തി മാനവരിടയിൽ സംപ്രീതി. അന്യോന്യം ശ്ലോമോ നൽകിൻ കർത്താവിൻ ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കേണം തൻ ശ്ലോമോയും. കൃപയും സത്യവും വളരെയുള്ളവനും മനുഷ്യസ്നേഹിയുമായ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ അയോഗ്യരെങ്കിലും ബലഹീനവും ദുർബലവുമായ ഞങ്ങളുടെ വർഗത്തിന്
നീ ചെയ്തിട്ടുള്ള നിന്റെ കൃപകളെയും ഉത്തമ സഹായങ്ങളെയും പ്രതി നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. അയോഗ്യരായ ഞങ്ങളെ നിന്റെ ദൈവസ്നേഹത്തിൻ്റെ പങ്കുചേരലിന് നീ യോഗ്യരാക്കി. പ്രമാണലംഘനം മുഖാന്തരം അന്യരായി തീർന്ന ഞങ്ങളെ നീ നിന്റെ മക്കളും ഭവന അവകാശികളും നിന്റെ സ്വർഗസ്ഥ പിതാവിൻ്റെ സഹോദരങ്ങളും കൂട്ടവകാശികളുമാക്കി തീർത്തു. പാപം മുഖാന്തരം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വാത്സല്യപൂർവ്വം ഞങ്ങളെ നീ കരേറ്റി. നിന്റെ തോളുകളിൽ ഞങ്ങളെ നീ വഹിച്ച് നിന്റെ ആദ്യ അവകാശത്തിലേക്ക് ഞങ്ങളെ തിരിപ്പിച്ചു. മൺമേരായ ഞങ്ങളെ ആത്മീയരായ മാലാഖമാരോടുകൂടി ചേർത്തു. അനുതപിക്കുന്ന പാപിയെ സമ്പാദിക്കുവാൻ വേണ്ടി തിരുഹൃദയത്തിന് പ്രീതി തോന്നി ഞങ്ങളെ നീ തിരഞ്ഞെടുക്കുകയും നിന്റെ സുവിശേഷ നേട്ടങ്ങളിൽ ഞങ്ങളുടെ പേരും എഴുതി ചേർക്കുകയും ചെയ്തു. കരുണാസമ്പന്നനായ കർത്താവേ, ഞങ്ങളുടെ ബലഹീന കരങ്ങളാൽ നിനക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ശിഷ്യനായി തീർന്നിരിക്കുന്ന ഈ നിന്റെ ദാസനെ നിന്റെ ദീർഘശാന്തതയ്ക്ക് യോഗ്യമായിരിക്കുന്ന പ്രകാരം സ്വീകരിക്കുമാറാകണമേ. ആധ്യാത്മികമായ ജീവന്റെ മുദ്ര ഇവന് നൽകണമേ. വിനയത്തിലും പരിപാകതയിലും ഇവന്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും കാത്തുകൊള്ളണമേ. പരിശുദ്ധ റൂഹ ഇവനിൽ വസിക്കുമാറാകണമേ. വിശുദ്ധങ്ങളും ജീവദായകങ്ങളുമായ നിന്റെ കൽപ്പനകളെ കാത്തുകൊള്ളുവാൻ ബലഹീനനായ ഇവനെ നിന്റെ ശക്തിയാൽ ബലപ്പെടുത്തണമേ. ഇപ്രകാരം വിശുദ്ധ പദവിയിൽ യോഗ്യമായ വിധത്തിൽ ഇവനെ നടത്തണമേ. നിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ ദിവസത്തിൽ കരുണയ്ക്ക് ഇവനെ യോഗ്യനാക്കണമേ. നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ള നിന്റെ വിശുദ്ധരുടെ സന്തോഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന മണവറയിലേക്ക് ഇവൻ പ്രവേശിക്കുമാറാകണമേ. സ്വർഗീയവും അനാദ്യന്തവുമായ നിന്റെ രാജ്യത്തിൽ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും എന്നേക്ക് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഇവനെ യോഗ്യരാക്കണമേ. ബാറക്കമോർ ഹോശോ വബകുൽ സ്ബാൻ ലവുൽ മീൻ. നമ്മുടെ പ്രിയപ്പെട്ട കടന്നുപോയ നമ്മുടെ വത്സല പിതാക്കന്മാരെയും നമ്മുടെ വൈദിക സഹോദരങ്ങളെയും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിട്ടുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. പുണ്യശ്ലോകന്മാരായ നമ്മുടെ പിതാക്കന്മാരുടെ കാലടികളെ പിൻചെല്ലുവാൻ നമ്മുടെ പ്രിയപ്പെട്ട റംബാച്ചിനെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിച്ച് ഈ ധൂപം അർപ്പിക്കുകയാണ്. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും നിന്നഭിഷിക്തമുഖം തിരുപ്പിക്കല്ലേ. നിന്ദാസൻ ദാവീദിനെയോർത്ത് നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ ഞാനുപദേശിക്കും സാക്ഷ്യവിധം ശുചിയോടു ശുദ്ധ്യാബസ്കുദിശ സ്പർശിച്ചുള്ള പാദങ്ങൾ പറുദീസിൻ വാതിൽ പൂകി വാനവരത്തു വസിക്കേണം. നാഥ നൽകിയിടുക പുണ്യം. ഹാലേലുയ്യ. പരിണമിച്ചോരാചാര്യ
പിഴ